പ്രകാശ, എത്ര നേരമായി വിളിക്കണു, ഇതുവരെ എഴുന്നേറ്റില്ലേ? പ്രകാശ, നീ നിന്റെ തലയിൽ വെള്ളം കോരി ഒഴിക്കണോ? നേരെ ഉച്ചയായി, നിനക്കല്ല ഓട്ടണ്ടെന്ന് പറഞ്ഞത്. ഡാ എനിക്ക് എടാ, സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ലിസ്റ്റ് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടു, എടുത്തിട്ടുണ്ട്. നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും. കാലത്ത് തന്നെ രണ്ടെണ്ണം അടിക്കാൻ ഒരു വഴി. 5 പൈസ ഇല്ല കയ്യിൽ. മോനെ ഒരു 100 റുപ്യ ഒരു കുടിയൻ ഇങ്ങനെ ഒരു ഗതി വരുത്തല്ലേ. ആ രക്ഷപ്പെട്ടു. അയ്യോ, കാലത്തിന് വണ്ടിക്കട വയ്ക്കണല്ലോ പാവം. ഞാൻ ബ്രേക്ക് ടച്ച് ചെയ്തല്ലടാ. ഇങ്ങനെ പോയ ടെസ്റ്റ് ചെയ്യേണ്ടി വരില്ല. അല്ല എന്താ കാലത്തിന് ഒരു 500 റുപ്യ ആ വാടകയെന്ന് പറഞ്ഞാൽ മതി. ഏത് വാടക? ഈ താമസിക്ക് വീടില്ലേ അന്നെ, അതിന് കുറച്ചിറക്കാം. അതിന് വീട് അല്ലല്ലോ, മുതലാളിയുടെ അല്ലേ? അതെ, അതിന് മുതലാളി പറഞ്ഞിട്ടല്ലോ ഞാൻ വന്ന്. ഞാൻ മുതലാളിയോട് ചോദിച്ചോട്ടെ, എന്ന് മുതലാണ് 2 തവണ വാടക പിരിക്കാൻ തുടങ്ങിയത് എന്നുള്ളത്? എടാ അങ്ങനെടാ, സത്യം പറഞ്ഞാലേ എൻ്റെ ഭാര്യക്ക് മരുന്ന് വേണ്ടിയിട്ടാണ്. ഇന്നലെ പൈസ കിട്ടി തേഞ്ഞില്ലേ. ഓഹോ, സത്യമായിട്ടും ഭാര്യ പേരിൽ അങ്ങനെ കള്ളം പറയുമ്പോൾ ഈ കാട്ടറാ. ഞാൻ എനക്ക് അടുത്ത ആഴ്ച തരാം. ശരി, ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. ആ പാവം ശ്രീലേഖന ആലോചനാണ് കേട്ടാ. നീ വണ്ടി വിട്, ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഇറങ്ങാം. അവിടെ ഇന്നവിടെ ഇറക്കാൻ എത്തിട്ടോ. കേറ്. എന്നാ പോവാ. അല്ലടാ, ശ്രീലത എവിടെ? ശ്രീലത എവിടെ? അവളവിടെ. പ്രകാശം ഒന്ന് വണ്ടി നിർത്തിയടാ. അല്ല, അതിന് ഹോസ്പിറ്റലായില്ലോ. നീ നിർത്ത് ഇവിടെ തന്നെ. ഇവിടെ ഒരാളെ കാണാണ്ട്. നീ തന്നെ എന്തായാലും തികയില്ലല്ലോ. അതെ, ഒരു ഫുള്ളിന് തികയില്ലോ അല്ലേ? അല്ല, ഒരു ഫുൾ ചെക്കപ്പിന് തികയില്ലോ എന്ന് പറഞ്ഞതാ. ചെല്ല്. എന്നാ ശരി. കഷ്ടം. പൊട്ടനും പോയി, ചട്ടനും പോയി, പൈനും കിട്ടി, അയില സാൻ. കളി അമ്പലവട്ടം വരെ പോവോ? പോവാം. കയറിക്കോളൂ. ഹലോ. എന്തായി? ഡോക്ടറെ വീട്ടിൽ പോയിട്ട് കണ്ടിട്ട് വരുന്ന വഴിയാ. 2 ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തിട്ടുണ്ട്. നാളെ റിസൾട്ട് കിട്ടുള്ളൂ. ഡോക്ടർ എന്താ പറഞ്ഞേ? എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ മോളുടെ ഹാർട്ടിൻ്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുക. അല്ല ഏട്ടാ, എന്തായി പൈസയുടെ കാര്യം? ശരിയാവും, നീ വിഷമിക്കണ്ട. നോക്കുന്നേ വഴി കാണാം. നീ വീട്ടിലോട്ട് ചെല്ല്, ഞാൻ വിളിക്കാം.
നിർത്തണേ ആ നിർത്തണേ. ആ നിങ്ങളെത്തിയോ? അമ്മ എവിടെന്നാ? ഞാൻ നമ്മുടെ കുട്ടപ്പണിക്കരുടെ വീട് വരെ ഒന്ന് പോയതാ ആ ഇവളുടെ ജാതകം നോക്കാൻ. പണിക്കര് പറഞ്ഞത് ഇപ്പോൾ ഈശ്വരാധീനം നല്ലോണം ഉണ്ടെന്നാ. വ്യാഴം 9-ലാത്രേ. ഒന്നും പേടിക്കണ്ടെന്നും പറഞ്ഞു. ഗുരുവായൂരപ്പന് ഒരു പിടിപ്പണം സമർപ്പിക്കാനും പറഞ്ഞു. മോളെ ഇറങ്ങ് പതുക്കെ. എത്ര ഏട്ടാ? 50 രൂപ. പതുക്കെ പതുക്കെ. മോളെ പതുക്കെ. ഹലോ. ഹലോ പ്രകാശ, ആ പറയൂ ഡോക്ടറെ. താൻ ഇന്നലെ വീട്ടിൽ വന്നിരുന്നല്ലേ? ആ ഇന്നലെ ഹോസ്പിറ്റലിൽ കുറച്ച് തിരക്കായിരുന്നോ. വരുമ്പോൾ സ്വല്പം വൈകി. അത് സാരല്ലോ ഡോക്ടറെ. എന്തിനു വരാൻ പറഞ്ഞേ? എടോ, അമ്മയുടെ കാര്യം ഇനിയും വെച്ച് താമസിപ്പിക്കാനാണോ നിന്റെ ഭാവം? ആഗ്രഹമില്ലാന്നുണ്ടല്ലോ ഡോക്ടറെ, പക്ഷേ അത്രയും പൈസ. എടോ, താൻ നോക്ക്, ശ്രമിച്ചാൽ കിട്ടും. എന്നെ കൊണ്ട് പറ്റാവുന്ന ഹെൽപ്പ് ഞാനും ചെയ്യാം. ആ ശരി ഡോക്ടർ. വൈകുന്നേരം നീ വീട്ടിലേക്ക് ഇറങ്ങ്, ഞാൻ വീട്ടിലുണ്ടാവും. ആ ഞാൻ വരാം. ഓക്കെ. എടാ ഞാൻ വീട്ടിലില്ല. 1/2 മണിക്കൂർ പിടിക്കും. എടാ വീട്ടിലില്ലാന്ന്. വൈകുന്നേരം എത്തുള്ളൂ. ശരി, ഞാൻ എത്തിയിട്ട് വിളിക്കാം. താങ്ക്സ്. എടാ ഞാൻ ഒന്നുകൂടി ചോദിക്കുക, ഇത് വേണോ? നിന്റെ കിഡ്നിയാണ്. നിന്റെ അവസ്ഥ എന്തായിരിക്കും? അതൊന്നും സാരില്ലടാ. എൻ്റെ മുളക്കാൻ വലുതുന്നുള്ള എനിക്കൊരു കിഡ്നി. മായൊരു കാരണവശാലും അറിയാൻ പാടില്ല, കേട്ടല്ലോ. ഞാനെന്താ പറയാ? എന്തേലും പറയാം, അറിഞ്ഞാൾ സമ്മതിക്കില്ല. നിനക്കറിയാലോ അവളെ. ശരി, ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് വരാം. ആ ശരി, നീ പോക്കോ. ശരി. ആ ഞാൻ വന്നുകൊണ്ടിരിക്കുക. ആ ശരി ശരി. ആ ശരി ശരി. ആ ആ അമ്മേ, അയ്യോ എടാ, എൻ്റെ പണം എടാ. അയ്യോ ആരെങ്കിലും ഓടി വരണേ. അയ്യോ എൻ്റെ പണം. അയ്യോ എന്താ പ്രശ്നം? വണ്ടി എടുക്കും. അവനെ പണം. അയ്യോ നല്ലോണം കാശ് പോയിട്ടുണ്ടാവും. എങ്ങടാ പോയേ? വേഗം വേഗം. ഹലോ. അപ്പോ ബാഗ് എടുത്ത് വെച്ചിട്ടില്ല? ആ ശരി ശരി ആയിക്കോട്ടെ. മാഷേ. ആ ആരാത്? പ്രകാശനോ? മാഷും ടീച്ചർ ഇപ്പൊ എവിടേക്കാ? ആ ഞങ്ങളെ ട്രഷറിയിലേക്കാ രാജീവിനെ കാത്തിരിക്കുക. ആ അത് ശരി. എന്താ ടീച്ചറെ തീർത്ഥ വിശേഷങ്ങള്? ഓ അവളും കുട്ടിയും സുഖമായിട്ടിരിക്കണം. അതെയോ? ഇവിടെ ഉണ്ടായിരുന്നു കുറച്ചു ദിവസം. അത് ശരി. ആ എന്താ മോളുടെ പേര്? ആ ഡോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി രാജീവിനെ ബുദ്ധിമുട്ടില്ല, നമുക്ക് പ്രകാശന്റെ വണ്ടിയിൽ തന്നെ പോവാം. ആ ശരി. പ്രകാശ, എനിക്ക് വേറെ ഓട്ടൊന്നുമില്ല. ഇല്ല. ആ ട്രഷറി മാത്രമല്ല, കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ, പിന്നെ അരി പൊടിപ്പിച്ചെടുക്കും. ആ ആ അത് കുഴപ്പമില്ല മാഷേ. എനിക്കിനി 3 മണിക്ക് ഓട്ടോ ഉള്ളൂ. മാഷ് കയറിക്കോളൂ. എന്നാ പോവല്ലേ? അമ്മയ്ക്ക് സുഖല്ലേ പ്രകാശ? ഓ പെങ്ങപ്പോ സുഖമായിരിക്കും മാഷേ. വേഗം വിട്, അവന്മാര് പുറകെ തന്നെ ഉണ്ട്. ആദ്യം നമുക്ക് കയ്യിൽ നിന്ന് മാറ്റണം. ആ അതോ അവന്മാര് പിടിച്ചാൽ അവർക്ക് ഇത് കിട്ടരുത്. ഇതാ ഓട്ടോടെ പിന്നിലേക്ക് ഇട്ടോ, ബാക്കി പിന്നെ നോക്കാം. ആ വിട്ടോ വിട്ടോ.
ആ സഞ്ചൊക്കെ എടുത്തോളൂ ആ പ്രകാശ. മാഷേ. മോളിറങ്ങിക്കോളൂ. ശരി മുത്തശ്ശ. പതുക്കെ പോണട്ടോ. ആ. അതിങ്ങോട്ട് തന്നോളൂ. പ്രകാശ, ആ ഇത് ഞങ്ങളുടെ ബാഗല്ല. സാധനങ്ങൾ എടുത്ത കൂട്ടത്തില് നിന്റെ ബാഗ് പെട്ടതാ തോന്നുന്നു. ഹലോ. എടാ കിട്ടിയിട്ടില്ല, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ശരി, ഞാനും അന്വേഷിക്കാം. ശരി, ഓക്കെ. നീ എന്തെങ്കിലും അറിഞ്ഞ് വിളിക്ക്. ഞാൻ വിളിക്കാം. ഓക്കെ. എടാ നീ ഇങ്ങനെ വിഷമിക്കല്ലേ, നമുക്കെന്തെങ്കിലും വഴി കാണാം. പോലീസ് അന്വേഷിക്കണ്ടല്ലോ. മോളിൽ ഓപ്പറേഷൻ എത്രപ്പെട്ട് നടത്തുന്ന ഡോക്ടർ പറഞ്ഞേ, അതുകൊണ്ടാണ് ഞാൻ കടുങ്ങ ചെയ്തേ. എന്നിട്ടിപ്പോ എന്തുണ്ടായേ? എന്തേലും വഴി കാണും, പോലീസ് അന്വേഷിക്കണ്ടല്ലോ. ദേ മായ വിളിക്കണ്ടേ, നീ വീട്ടിലേക്ക് ചെന്നേ. അവർക്ക് നീ മാത്രമേ ഉള്ളൂ. സമാധാനമായിട്ട് ഇരിക്കും. ചെല്ല്. എടാ നീ ഇങ്ങനെ കരയല്ലേ, നമുക്ക് ശരിയാക്കാം. എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ എത്ര നേരമായി വിളിക്കൽ തുടങ്ങിയിട്ട്? കാലത്തുനിന്ന് അടച്ചല്ലേ, ഞാൻ അറിഞ്ഞില്ല. നീ ആ തോർത്തെടുത്ത് വെച്ചാൽ ഞാൻ കുളിക്കട്ടെ. ചെല്ല്. എവിടെയായിരുന്നു? അച്ഛനെ പുറത്തേക്ക് പോയതാ. വാ. കഴിഞ്ഞില്ല നിങ്ങളുടെ കുളി? ഏട്ടാ ഭക്ഷണം കഴിക്കാൻ വായോ? ഏട്ടാ മോളെ അതൊക്കെ എടുത്തേച്ച് ഭക്ഷണം കഴിക്കാൻ വായോ? ഏട്ടാ ഭക്ഷണം കഴിക്കാൻ വരും. മായേ, മായേ. ആ എന്താ? ഇതെങ്ങനെ ഇവിടെ വന്നു? എന്തത്? ഇതെവിടുന്നാ? ഇനി എന്താ ചെയ്യണ്ടെന്ന് ആലോചിച്ചിട്ട് ഞാൻ കയറി വന്നത്. ആകെ ഒരു എത്തിമഴയായിരിക്കുന്ന സമയത്താ ഭഗവാൻ ഈ പൈസ തിരിച്ചു തന്നത്. ഭഗവാൻ കൂടെ ഉണ്ട്.